ദൈവതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഈ സുവിശേഷ യോഗങ്ങളുടെ മൂന്നാമത്തെ രാത്രി ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും അവസരത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലെ യോഗാധ്യക്ഷൻ ബഹുമാന്യനായ പാസ്റ്റർ കലേഷ് ഈ പ്രാദേശിക സഭയ്ക്ക് നേതൃത്വം കൊടുക്കുകയും യോഗങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായി ചുമൽ കൊടുക്കുകയും ചെയ്യുന്ന, ഞാൻ ക്രിസ്തുവിൽ ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസനാണ് പ്രിയ മിശിഹ ദാസ് പാസ്റ്റർ. അതുകൊണ്ടാണ് ദീർഘദൂരം, സാധാരണഗതിയിൽ പകലും രാത്രിയും കൂടെ യോഗത്തിന് കൊടുക്കുന്നത് വിരളമാണ്. കാരണം പകൽ രാവിലെ ഇവിടെ ഹൈറേഞ്ചിൽ നിന്ന് വന്നെത്തുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. എങ്കിലും ബഹുമാന്യനായ കർത്തൃദാസനോടുള്ള ഹൃദയത്തിൻ്റെ സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടുമാണ് ദീർഘദൂരം യാത്ര ചെയ്ത് ഇന്ന് പകൽ നിങ്ങളുടെ നടുവിൽ സംബന്ധിച്ചത്. അദ്ദേഹത്തെ ദൈവം ഈ ദേശത്ത് വിവിധ ഇടങ്ങളിൽ അത്ഭുതകരമായി പ്രയോജനപ്പെടുത്തുന്ന, തനിക്ക് ദൈവം കൈമാറിയ അനുഗ്രഹിക്കപ്പെട്ട മിനിസ്ട്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തന്നോടും തൻ്റെ കുടുംബത്തോടും വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, ശബ്ദവാഹിനിയിൽ വിവിധ ഇടങ്ങളിൽ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം, അദ്ദേഹത്തിൻ്റെ കുടുംബം, സഹപ്രവർത്തകർ, ശബ്ദ സംവിധാനം എനിക്ക് വേണ്ടി ക്രമീകരിക്കുന്ന സഹോദരങ്ങൾ, എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. സന്തോഷത്തോടെ നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സുവിശേഷ യോഗമായതുകൊണ്ട് ഇന്ന് രാത്രി സുവിശേഷം പറയാനാണ് എനിക്കൊരു നിയോഗമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പിണങ്ങരുത് എന്നോട്. അമേരിക്കയുടെ ഭരണകാലഘട്ടത്തിലെ സുവർണ കാലഘട്ടം ജോൺ എഫ് കെന്നഡിയുടെ കാലഘട്ടമായിരുന്നു. അദ്ദേഹം വെടിയേറ്റാണ് മരിച്ചത്. അക്കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഒരു പ്രവാചകയുണ്ടായിരുന്നു. അവരൊരു ക്രിസ്തീയ പ്രവാചകയായിരുന്നില്ല. അവരുടെ പേര് ജീൻ ഡിക്സ് എന്നായിരുന്നു. ജോൺ എഫ് കെന്നഡി വെടിയേറ്റ് മരിക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് ആ പ്രവാചക അദ്ദേഹത്തിനൊരു കത്തയച്ചു. ഈ കത്ത് കയ്യിൽ കിട്ടി, ചില ദിവസങ്ങൾക്കകം നിങ്ങൾ മരിക്കും. കത്തിൽ എഴുതിയിരുന്നത് പോലെ കത്ത് കയ്യിൽ കിട്ടി. കത്ത് വായിച്ച് ചില ദിവസങ്ങൾക്കകം ജോൺ എഫ് കെന്നഡി വെടിയേറ്റു മരിച്ചു. ഈ വാർത്ത പുറത്തു വന്നതോടുകൂടെ ജോൺ എഫ് കെന്നഡി എല്ലാവരും മറന്നു. എല്ലാവരുടെയും പ്രധാന ചർച്ചാ വിഷയം ജീൻ ഡിക്സിനെ കുറിച്ചായി. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്കലും വെച്ചുള്ള വാർത്തകൾ ജീൻ ഡിക്സിനെ കുറിച്ച് പടച്ചു വിട്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് ടൈം മാഗസിൻ്റെ ഒരു പ്രതിനിധി അവരുമായി ഒരു അഭിമുഖ സംഭാഷണം ക്രമീകരിച്ചു. അഭിമുഖ മധ്യത്തിൽ ആ പ്രവാചകയോട് ഇദ്ദേഹം ചോദിച്ചു, ആകട്ടെ, ജോൺ എഫ് കെന്നഡി എന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മരണം നിങ്ങൾ കൃത്യമായി പ്രവചിച്ചു. ഇതുപോലെ നിങ്ങൾ പ്രവചിക്കുന്ന എല്ലാ പ്രവചനങ്ങളും കൃത്യമായി നടക്കാറുണ്ടോ? അതിന് അവർ പറഞ്ഞ മറുപടി ഇല്ല. എൻ്റെ പ്രവചനങ്ങളിൽ 65% പ്രവചനങ്ങളെ കൃത്യമായി നടക്കാറുള്ളൂ. 35% പ്രവചനങ്ങൾ തെറ്റപ്പെടുകയാണ് പതിവ്. ശ്രദ്ധിക്കുക, അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ മരണം കൃത്യമായി പ്രവചിച്ച ജീൻ ഡിക്സിൻ്റെ പ്രവചനങ്ങളിൽ 65% പ്രവചനങ്ങളെ കൃത്യമായി നിറവേറപ്പെട്ടിരുന്നുള്ളൂ. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശാസ്ത്രശാഖയിൽ പ്രവചനശാഖ വികസിച്ച് വന്നിട്ടുണ്ട്. ആ പ്രവചനശാഖയാണ് മഴ പെയ്യും, ഇന്നിടത്ത് മഴ പെയ്യും, ഇന്നിടത്ത് മഴ പെയ്യല്ല, കാറ്റടിക്കും, കാറ്റടിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്, മത്സ്യബന്ധനത്തിന് പോകുന്നവർ മുൻകരുതലെടുക്കണം. ആ മുന്നറിയിപ്പൊക്കെ തരുന്നത് ശാസ്ത്രശാഖയിലെ പ്രവചനശാഖയാണ്. അവർ പറയുന്നതിൽ 78% പ്രവചനങ്ങൾ കൃത്യമായി നടക്കും. 22% പ്രവചനങ്ങൾ മാത്രമേ തെറ്റപ്പെടാറുള്ളൂ. എന്നാൽ 100% പ്രവചനങ്ങൾ കൃത്യമായി നിറവേറ്റുന്ന ഒരൊറ്റ പുസ്തകം, അതിന്ന് രാത്രി നാം വിശ്വസിക്കുന്ന, നാം ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധ വേദ പുസ്തകമാണ്. അഭിമാനത്തോടെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഈ രാത്രി ഞാൻ ഈ ദേശത്ത് വന്നത് നിങ്ങളുടെ ഭാവി ഒന്ന് പറയാനാണ്. അത് പറ പാസ്റ്ററേ, അത് പറ. ഞങ്ങൾക്ക് എന്തോ പെരുത്ത സന്തോഷം എന്നറിയാം. അടുത്ത ശനിയാഴ്ച രാത്രിയിൽ വരെ തുടർമാനമായ പ്രസംഗങ്ങളാണ്.
അതിൻ്റെ ഇടയ്ക്ക് പാസ്റ്റർ ഞങ്ങളോട് പ്രവചിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതുപോലെ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം വേറെ എന്താ ഉള്ളത്? ഈ രാത്രി 9 മണിക്ക് യോഗം ആശീർവാദം പറഞ്ഞ ശേഷം നിങ്ങളുടെ തലയിൽ കൈവച്ച നാളുകളുടെ നീളകളിൽ നിങ്ങൾക്ക്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് ഞാൻ പ്രവചിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ എൻ്റെ പരിമിതമായൊരു ചിന്ത, ആരും തന്നെ യോഗം കഴിഞ്ഞ് വീട്ടിൽ പോകാൻ സാധ്യതയില്ല. ശാന്തമായി ഇവിടെ നിന്ന് നിങ്ങൾക്ക് നാളുകളിൽ എന്ത് സംഭവിക്കുമെന്ന് കേട്ടിട്ട് പോകാൻ താല്പര്യമുള്ളവരാണ് എല്ലാവരും. അതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യരെന്ന നിലയിൽ നാളുകളെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ നമുക്കുണ്ട്. എന്നാൽ നാളുകളുടെ നീളകളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഭൗതിക ജീവിത സാഹചര്യങ്ങളെ സംബന്ധിച്ചുള്ളൊരു പ്രവചനമല്ല. അതിനപ്പുറത്ത് സാർവലൗകികമായി സകല മനുഷ്യരോടും പോഷ്കില്ലാത്ത ദൈവത്തിന്, തെറ്റില്ലാത്ത ദൈവ വചനത്തിന് പറയാനുള്ള പ്രവചന ശബ്ദം ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുകയാണ്. അത് പറയാനാണ് ഞങ്ങൾ ഈ സുവിശേഷ യോഗം ക്രമീകരിച്ചത്. അത് പറയാനാണ് ഞാൻ കുമ്മളിയിൽ നിന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത്. ഏതാണ് സകല മനുഷ്യരോടും ദൈവത്തിന് പറയാനുള്ള പ്രവചന ശബ്ദം? എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 9-ാം അധ്യായം നമ്മുടെ നാവിൽ എപ്പോഴും തത്തിക്കളിക്കുന്ന വാക്യമാണ്. എങ്കിലും ഒന്ന് വായിച്ച് കേൾക്കണമെന്നുള്ളത് അനിവാര്യമായതുകൊണ്ട് ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 9:27. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. സാർവലൗകികമായി സകല മനുഷ്യരോടുമുള്ള ദൈവവചനത്തിന്റെ അസന്നിഗ്ധമായ പ്രവചനം ഇതാണ്. ആരിനി വേദോസം വായിച്ചുകൊണ്ടിരിക്കരുത്. കരവ് ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കുക. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ. ആ വിഷയത്തെ രണ്ടായി ഞാൻ തരംതിരിക്കുന്നു, സുഗമമായി നമുക്ക് വ്യക്തമാകപ്പെടാൻ. ഒന്ന്, ഒരിക്കൽ മരിക്കുക. 2, പിന്നെ ന്യായവിധി. ഒരിക്കൽ മരിക്കുക എന്ന വിഷയം അറിയണമെങ്കിൽ ആരാണ് മനുഷ്യനെന്നറിയണം. മനുഷ്യൻ ആര് എന്ന ചോദ്യത്തിന് നിരവധി മറുപടികൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം മനുഷ്യനെ കുറിച്ച് എന്തു പറയുന്നു? തിരുവെഴുത്ത് പറയുന്നത് ത്രിവിധ ഘടകങ്ങളോടുകൂടെ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യനെന്നാണ്. 1 തെസ്സലോനിക്ക ലേഖനം വായിക്കേണ്ട 5-ാം അധ്യായം 23-ാമത്തെ വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അവിടെ ശ്ലീഹ പൗലോസ് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ ഒരു ദൈവ പൈതലിന്റെ എത്ര ഭാഗം വിശുദ്ധമായിരിക്കണമെന്നുള്ളതാണ്. 1, അവന്റെ ആത്മാവ്. 2, അവന്റെ ദേഹി. 3, അവന്റെ ദേഹം. അതെന്താണെന്ന് വ്യക്തമാക്കാം. അതിനു മുമ്പ് എബ്രായ ലേഖനം 4:12 നമുക്കറിയാവുന്ന വാക്യമാണ്. ദൈവത്തിന്റെ വചനം ഇരുവായുത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാണ്. അവിടെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നത് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഇടത്തെല്ലാം ഏതൊക്കെ മേഖലകളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. തിരുവെഴുത്ത് എവിടൊക്കെ സംസാരിക്കുന്നു അവിടൊക്കെ മനുഷ്യൻ്റെ ആത്മാവിൽ, ദേഹത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ തിരുവെഴുത്തിന് ശക്തിയുണ്ട്. എന്നോട് ചേർന്ന് അതിന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയാം. അത് നന്നായി വിശദീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അവിടെ നിൽക്കാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ എന്താണ് മനുഷ്യന്റെ ആത്മാവ്? എന്താണ് മനുഷ്യന്റെ ദേഹി? എന്താണ് മനുഷ്യന്റെ ദേഹം? ഞാനതിനെ നേരെ തരതിരിക്കുകയാണ്. ദേഹം തൊട്ട് തുടങ്ങുകയാണ്. എന്താണ് മനുഷ്യന്റെ ദേഹം? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, കയ്യ്, കാല് ഒക്കെയുള്ള അവനവൻ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവനുസരിച്ചോ
പാരമ്പര്യമനുസരിച്ചോ ചീറുന്ന ഈ മാംസപിണ്ഡത്തിന് പറയുന്ന പേരാണ് മനുഷ്യന്റെ ദേഹം. എന്നാ ദേഹത്തിന്റെ ഡെഫിനീഷൻ ഒന്ന്, ഇത് മണ്ണിൽ നിന്നെടുത്തതാണ്. തിരുവെഴുത്ത് പറയുന്നു, ഭൂമിയിലെ ദൈവത്തിന്റെ സൃഷ്ടിയായ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ നിർമ്മിച്ചത്. അപ്പോൾ ഒന്ന്, ഇത് മണ്ണിൽ നിന്നെടുത്തു. രണ്ട്, ഇത് മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നു. അരിയാണെങ്കിലും ചോളമാണെങ്കിലും ഗോതമ്പാണെങ്കിലും മരച്ചീനിയാണെങ്കിലും ഈ ശരീരം പോഷിപ്പിക്കപ്പെടുന്നത് മണ്ണിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ്. മണ്ണിൽ നിന്ന് കിട്ടുന്നത് കൊടുത്താലേ ഇവന്റെ വിശപ്പടങ്ങൂ. കൃപയാൽ മണ്ണിൽ നിന്ന് കിട്ടിയത് കൊണ്ടല്ല, മാനത്ത് നിന്ന് കിട്ടിയ മന്ന കൊണ്ട് 40 വർഷം പോഷിപ്പിക്കപ്പെട്ടത് ഇസ്രായേൽ മാത്രമാണ് മരുഭൂമിയിൽ. ബാക്കി എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. മണ്ണിൽ നിന്നെടുത്തതാണ്, മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതാണ്. മൂന്ന്, മണ്ണിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. അതല്പം വ്യക്തമാക്കേണ്ടതുണ്ട്. എന്നാൽ ഈ മണ്ണിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ മണ്ണിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ഇവന് പൊട്ടിത്തെറിച്ചങ്ങ് പ്രതികരിക്കാൻ തോന്നുന്നതും സന്തോഷാധിക്യമുണ്ടാകുന്നതും. ഞാനിവിടെ നിന്ന് മുത്തുപവിഴം, മാണിക്യം, മരതകം, ഗോമേതകം, പുഷ്യരാഗം, ഇന്ദ്രനീലം എന്നിങ്ങനെ നഗവർണികളോടുകൂടെ തീർത്ത സ്വച്ഛ സ്ഫടിക തുല്യമായ തങ്കത്താഴിക കുടങ്ങളോടുകൂടിയ പുത്തനാം യെരൂശലേമിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ വിശദീകരണമുണ്ട്. അതിനെ സംബന്ധിച്ചൊരു 1.25 മണിക്കൂർ പ്രസംഗിച്ചിട്ട് അവസാനം പറയുകയാണ്, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, ഒരു പ്രത്യാശയുടെ ഗീതം ഒന്ന് ചേർന്ന് പാടാം. ഇന്ന പാട്ട് പാടണമെന്ന് പാസ്റ്റർ സാമിനോട് പറയേണ്ട കാര്യമില്ല. ധാരാളം സുവിശേഷ പ്രഭാഷണ വേദികളിൽ പാടി പഴകി പരിചയമുള്ള കർത്താവിൻ്റെ ദാസൻ എൻ്റെ ദൂത് അതിൻ്റെ പകുതി ഭാഗം കഴിയുമ്പോഴേ അവസാനത്തെ പാട്ടെടുത്ത് വെക്കും. പാടാൻ സാധ്യതയുള്ളത് പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ. 1.25 മണിക്കൂർ പുത്തനാം യെരൂശലേമിനെ കുറിച്ച് കേട്ട പ്രത്യാശയുടെ കൊടുമുടിയിലിരിക്കുന്ന നിങ്ങൾക്ക് ആ പാട്ടൊന്ന് തുടങ്ങി കിട്ടേണ്ട താമസമേ ഉള്ളൂ. ആവേശത്തിന്റെ പാരമ്യത്തിൽ നാം എത്തും. പക്ഷെ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പം പറയും, പാസ്റ്ററെ ഞങ്ങൾക്ക് നാളെ ജോലിയുള്ളതാ, ഞങ്ങൾക്ക് വീട്ടിൽ പോയി അത്താഴം കഴിച്ചിട്ട് വിശ്രമിച്ച് പ്രഭാതത്തിൽ ജോലിക്ക് പോകണം, അതുകൊണ്ട് പാട്ട് ആവേശം താനെ അണയും. എന്നാൽ ഈ യോഗത്തിനിടയ്ക്ക് പ്രഭാഷണ മധ്യേ ഞാൻ ഒരാളൊന്നോടൊന്നും പ്രവചിക്കാന്നിരിക്കട്ടെ, എൻ്റെ ദാസനെ നീ എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. നിന്റെ ഇന്നുകൾ മാത്രമേ എല്ലാവർക്കും അറിയൂ, നിന്റെ ഇന്നലകൾ ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ നീ ഇന്നലകളിൽ എനിക്ക് വേണ്ടി നിന്നതും സഹിച്ചതും നീ പ്രവർത്തിച്ചതും എല്ലാം ഞാൻ അറിയുന്നു. അതുകൊണ്ട് 2024 ജൂൺ മാസം 10-ാം തീയതിക്ക് മുമ്പ് നെയ്യാറ്റിൻകര പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു ബഹുനില മന്ദിരം തന്ന് നിന്നെ മാനിച്ച് നിന്റെ നിലയും നിലവാരവും മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പദ്ധതിയിൽ അതുണ്ട്. ഇതൊന്ന് പറഞ്ഞ് തീരേണ്ട താമസം പിന്നെ ഞാൻ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോകണ്ട. അതെന്നെ കൊണ്ടുപോകേണ്ടാത്തത്, നിങ്ങൾ കയ്യടിയും ബഹളവും നിർത്തിയിട്ട് വേണ്ടേ എനിക്ക് പ്രഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ. പുത്തനാം യെരൂശലേമിനെ കുറിച്ചുള്ള നമ്മുടെ ആ ആവേശത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ അതിനേക്കാൾ നമുക്ക് പ്രതികരിക്കാൻ തോന്നുന്നത് നെയ്യാറ്റിൻകരയിൽ കിട്ടുന്ന ബഹുനില മന്ദിരത്തിൻ്റെ കാര്യം കേൾക്കുമ്പോഴാണ്. അത് ആരുടെയും കുഴപ്പമല്ല, ഈ മണ്ണാങ്കട്ടയുടെ കുഴപ്പത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ബുദ്ധിയുള്ള പല പ്രഭാഷകർക്കും അറിയാം കേട്ടോ. അതുകൊണ്ട് ചാകാൻ നേരം ഇട്ടേച്ചു പോകേണ്ടുന്ന ഭൗതിക നന്മയുടെ അതിപ്രസരണം മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ അകത്ത് കൈമാറി വൈകാരികമായി പൊട്ടിത്തെറിപ്പിച്ച് ആ പൊട്ടിത്തെറിക്കകത്ത് സംതൃപ്തി കണ്ടെത്തുന്ന വല്ലാത്ത വികലമായ ആത്മീകതയുടെ കാലഘട്ടത്തിൽ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറയണം, സുവിശേഷം താൽക്കാലികമായി ചാകാൻ നേരം ഇട്ടേച്ചു പോകേണ്ടുന്ന ഭൗതിക നന്മയുടെ അതിപ്രസരണം കൈമാറുന്നതല്ല. അതിനപ്പുറത്ത് കാണുന്നതെല്ലാം താൽക്കാലികമാണെന്നും കാണാത്ത ഒരു നിത്യത നിന്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടെന്നും തിരിച്ചറിഞ്ഞ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ ആഹ്വാനം ചെയ്യുന്നതാണ് സുവിശേഷം. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ഒന്നുകൂടെ ഡെമിനിഷൻ ഞാൻ പറയുന്നു, ഇത് മണ്ണിൽ നിന്നെടുത്തതാണ്, മണ്ണിനെ കുറിച്ച്, മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതാണ്, മണ്ണിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. നാലാമത്തേത് അല്പം വേദന തോന്നുന്നതാണ്, മണ്ണിന് തന്നെ ഇത് തിരികെ കൊടുക്കുന്നതാണ്. വിലാപയാത്രയൊക്കെ തെരുവീഥിയിലൂടെ നടക്കുന്നത് കണ്ടിട്ടില്ലേ? ആ വിലാപയാത്രയുടെ പര്യവസാനത്തിങ്കൽ സെമിത്തേരിയിൽ
മുഖ്യ കാർമ്മികൻ പറയുന്ന കാര്യം കേട്ടിട്ടുണ്ടോ? നിന്നെ മണ്ണിൽ നിന്നെടുത്തു, മണ്ണിന് തന്നെ തിരികെ കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹവും കൂടി നിന്നവരും ഒരു പിടി മണ്ണോ കുന്തിരിക്കുമോ ഇട്ടേച്ച് ശോകമൂകമായ കല്ലറയ്ക്കകത്ത്, സെമിത്തേരിക്കകത്ത്, കുഴിമാടത്തിനകത്ത് മൃതശരീരം വെച്ചിട്ട് എല്ലാവരും അവരവരുടെ പണി നോക്കി പോകുന്നു. എൻ്റെ മാന്യ സുഹൃത്തുക്കളെ, ഇത്രയേ ഉള്ളു കേട്ടോ. നമ്മൾ ചിക്കൻ കാലൊക്കെ കൊടുത്തു കൊണ്ട് നടക്കുന്ന ഈ മാംസപിണ്ഡത്തിൻ്റെ കാര്യമെന്നറിഞ്ഞ് ഈ മാംസത്തെ തൃപ്തിപ്പെടുത്താനും ഇതിനെ സന്തോഷിപ്പിക്കാനും ജീവിക്കാതെ നിത്യതയ്ക്കായി ജീവിക്കാൻ ദൈവമേ ഇന്ന് രാത്രി എനിക്ക് കൃപ തരണമേ എന്ന് ആത്മാർത്ഥമായി ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി പ്രിയരെ, ഈ തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു. നമ്മുടെ പരക്കം പാച്ചിലൊക്കെ കണ്ടാലേ ഒരു കാര്യം ഞാൻ പറയാം, സത്യം പറയാ, എന്തെല്ലാം കഷ്ടപ്പെട്ട് ചോര നീരാക്കി രാത്രിയെ പകലാക്കി ആർക്കെല്ലാം എന്തെല്ലാം നേടിക്കൊടുത്താലും അവരെല്ലാം ഒരിക്കൽ നമ്മളെ മറക്കും. ഞാൻ ഇവിടെ എനിക്കൊന്നുകൊണ്ടെന്ന് അറിഞ്ഞുകൂടെ കേട്ടോ. ഈ ചില വിലാപയാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തന്നെ കസാരയിലിരുന്ന് മൂക്കത്ത് വിരൽ വെച്ച് ചിന്തിക്കാറുണ്ട്. വിലാപയാത്ര നിങ്ങൾ കണ്ടിട്ടുണ്ട്? അങ്ങോട്ട് പോകുന്നത് എന്തൊരു അച്ചടക്കത്തിലാണ് പോകുന്നത്. പോകുന്നവരുടെ എല്ലാം കണ്ണിലേക്ക് നോക്കിയാൽ ഭയം നമുക്ക് കാണാം. പക്ഷെ തിരിച്ചിറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ടോ? തേനീച്ചക്കൂട് ഇളകി വരുന്നത് പോലെ. ആ ഇറങ്ങി വരുന്ന സമയത്ത് ആ സെമിത്തേരിയുടെ വീതി കൂടിയ ഭാഗത്ത് 2 ഡെസ്ക് ഇട്ടിട്ടുണ്ട്. ഡെസ്കിൻ്റെ പുറത്ത് ഡിസ്പോസിബിൾ ഗ്ലാസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ വരുന്നവർക്ക് ബ്രൂ കോഫി ഉണ്ട്. 2 ഡെസ്ക് ഇടാൻ കാരണം വിത്തും വിത്തൗട്ടുവാ. ഷുഗറുള്ളവർക്ക്, ഷുഗറില്ലാത്തവർക്ക്. അങ്ങനെ ആ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലെ ബ്രൂ കോഫി കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ കിറ്റും കൂടെ കൊടുക്കും. അതിൻ്റെ അകത്ത് ഒരു ഉഴുന്നുവട, 2 ബിസ്ക്കറ്റ്, 1 പഴം. ആ ഉഴുന്നുവടയൊക്കെ കടിച്ച് ബ്രൂ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആൻറ്റിമാർ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? കുഞ്ഞുമോളെ, ഫേവയുടെ കല്യാണം കഴിഞ്ഞോടി? ഇല്ലെങ്കിൽ എന്നോട് പറ, മസ്കറ്റിൽ നിന്ന് ഒരു ചെറുക്കം വന്നിട്ടുണ്ട്. 28 ദിവസത്തെ അവധിക്ക് വന്നതാണ്. 4 ദിവസം കഴിഞ്ഞു. ഇനി 24 ദിവസം കൂടെ ഉള്ളൂ. വേണമെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. കടിക്കാൻ ഉഴുന്നുവടയും കുടിക്കാൻ കോഫിയും കിട്ടിയപ്പം കുഴി വെച്ചവൻ്റെ കാര്യം എല്ലാവരും മറന്നുപോയി. എല്ലാവരുടെയും പ്രധാന ചർച്ചാ വിഷയം ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ്. പിന്നെ അടുത്ത പ്രിയപ്പെട്ടവർ മാത്രമേ ഉള്ളൂ തേങ്ങലോടെ അത് ഓർക്കുന്നത്. അവരും കുറച്ചു നാൾ കഴിയുമ്പോൾ മറക്കും. മനുഷ്യൻ്റെ വിസ്മൃതിക്കകത്ത് ഞാനും നിങ്ങളും തള്ളപ്പെടും. പ്രിയരെ, ഇന്ന് രാത്രി തിരിച്ചറിയണം. അത്രയേ ഉള്ളൂ ലോകത്തിലെ ബന്ധങ്ങൾ, അത്രയേ ഉള്ളൂ ലോകത്തിൻ്റെ കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത ദൈവമക്കൾ ഒരുമിച്ച് പറ. എന്നാൽ സെമിത്തേരി കൊണ്ട് അവസാനിക്കാത്ത, കല്ലറ കൊണ്ട് തീരാത്ത, നിത്യതയിലും നിലനിൽക്കുന്നൊരു ബന്ധം എൻ്റെ കർത്താവുമായി സ്ഥാപിക്കാൻ പറ്റിയതാണ് എൻ്റെ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് തിരിച്ചറിവുള്ള, അധരം തുറന്ന ആവേശത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? അവരുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയാം. ഇത്രയുള്ള മനുഷ്യൻ്റെ ദേഹം. 2 മനുഷ്യൻ്റെ ദേഹി. എന്താ മനുഷ്യൻ്റെ ദേഹി? വികാരം, ഇച്ഛാശക്തി, ബുദ്ധിശക്തി എന്നിവയുടെ ഇരിപ്പിടമാണ് മനുഷ്യൻ്റെ ദേഹി. അല്പം കൂടെ കടന്നു പറഞ്ഞാൽ അവനവൻ ആരാണെന്ന് അവനവന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന മനുഷ്യന്റെ വിശേഷ ഘടകമാണ് മനുഷ്യന്റെ ദേഹി. ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ സുബോധമാണ്. മറ്റൊന്നിനും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും സുബോധം തന്ന ദൈവത്തിന് സ്തോത്രം പറയണം. എത്ര പേർക്ക് സന്തോഷത്തോടെ ഈ രാത്രി ആമേൻ പറയാൻ കഴിയും? അതിനോട് വിട പറയുകയാണ്. 3 മനുഷ്യന്റെ ആത്മാവ്. എന്താ മനുഷ്യന്റെ ആത്മാവ്? ദൈവത്തിങ്കൽ നിന്ന് വന്നതും ദൈവമാരാണെന്ന് മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതും ദൈവവചനത്താൽ പോഷിപ്പിക്കപ്പെടുന്നതും മരണശേഷം ദൈവമാക്കിയ നിത്യതയിലേക്ക് തിരികെ ചെല്ലുന്നതുമാണ് മനുഷ്യന്റെ ആത്മാവ്. മനുഷ്യൻ ആത്മാവുണ്ടോ? അതോ ദേഹവും ദേഹിയും മാത്രമേ ഉള്ളൂ? മനുഷ്യൻ ആത്മാവുണ്ട്. എന്നാ മനുഷ്യൻ ആത്മാവുണ്ട് എന്നതിൻ്റെ തെളിവ്
ശാസ്ത്രീയ തെളിവുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ശാസ്ത്രവും വേദപുസ്തകവും കൊണ്ട് തെളിയിക്കാനായിട്ട് മെനക്കെടുന്ന ആളല്ല ഞാൻ. കാരണം ശാസ്ത്രത്തിൻ്റെ അഭിപ്രായങ്ങൾ മാറിയും മറിഞ്ഞും തിരിഞ്ഞും വരാം. ശാസ്ത്രം കണ്ടുപിടിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല വേദപുസ്തകത്തെ നാം വിശ്വസിക്കുന്നത്. വേദപുസ്തകം മനുഷ്യനാത്മാവുണ്ട് എന്നതിന് 2 തെളിവ് പറയുന്നു. സെക്കരിയ 12:1 വായിക്കണ്ട. ആകാശത്തെ വിരിച്ച് ഭൂമിക്കടിസ്ഥാനമിട്ട് മനുഷ്യന്റെ ഉള്ളിൽ അവൻ്റെ ആത്മാവിനെ ആക്കി വച്ചിരിക്കുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. 2 സാക്ഷികളെ ദൈവം മനുഷ്യൻ ആത്മാവുണ്ട് എന്നതിന് ഉപോത്ബലകമായി നിർത്തി. എന്താണത്? ആകാശത്തെ വിരിച്ച് ഭൂമിക്കടിസ്ഥാനമിട്ട് മനുഷ്യന്റെ ഉള്ളിൽ അവൻ്റെ ആത്മാവിനെ ആക്കി വച്ചിരിക്കുന്ന ദൈവം. നാം മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിരന്ന് നിൽക്കുന്ന ആകാശം ഒരു സത്യമാണെങ്കിൽ, നാം കാലൂന്നി നിൽക്കുന്ന ഭൂമി ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, ഒന്നുകൂടെ പറയാം, ഇന്ന് രാത്രി നിങ്ങൾ കാലൂന്നി ഇരിക്കുന്ന ഈ ഭൂമി ഒരു സത്യമാണെങ്കിൽ, നിങ്ങളുടെ ഭൗതിക കണ്ണുകൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആകാശം ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, അതുപോലെ യാഥാർത്ഥ്യമാണ്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആമേൻ പറയാൻ കഴിയും? മനുഷ്യൻ ആത്മാവുണ്ട് എന്ന യാഥാർത്ഥ്യം. മനുഷ്യൻ ആത്മാവുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ, മനുഷ്യന് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് വരുന്നു. എന്തുകൊണ്ട് മനുഷ്യ ജീവിതത്തിന് ഇത്ര പ്രസക്തി? എന്തുകൊണ്ട് മനുഷ്യന്റെ മരണത്തിന് ഇത്ര ഗൗരവ സ്വഭാവം? അത് മനുഷ്യൻ ആത്മാവുണ്ട് എന്നുള്ളതാണ്. 1-2 കാര്യങ്ങൾ മരണത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു മുന്നോട്ട് പോകാം. 1, മരണമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. പണ്ട് ശ്രീബുദ്ധന്റെ കാലത്ത് നടന്നൊരു സംഭവം സ്കൂളിൽ പഠിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ബാലകൻ മരിച്ച വിധവയായ സ്ത്രീ, ആ കുഞ്ഞിന് 2 വയസ്സുള്ളപ്പോൾ അവരുടെ ഭർത്താവ് മരിച്ചതാണ്. ഭർത്താവിൻ്റെ മരണശേഷം വളരെ കഠിനാധ്വാനം ചെയ്താണ് ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ അകാലത്തിൽ ആ കുഞ്ഞും നഷ്ടപ്പെട്ടു. ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ദുഃഖം മാറുന്നില്ല, ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല. അല്പം ആശ്വാസത്തിന് ആ സ്ത്രീ ശ്രീബുദ്ധൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഗുരു, എൻ്റെ കുഞ്ഞിന് 2 വയസ്സുള്ളപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചു. ഭർത്താവിൻ്റെ മരണശേഷം കഠിനാധ്വാനം ചെയ്ത് എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നു. അവൻ്റെ കുഞ്ഞി കൈകാലുകൾ വളരുന്നതെന്ത് പ്രതീക്ഷ നിർഭരമായ കണ്ണുകളോടാണ് ഞാൻ നോക്കിക്കണ്ടത്. പക്ഷേ 12ാമത്തെ വയസ്സിൽ എൻ്റെ കുഞ്ഞും എനിക്ക് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് ഈശ്വരൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു? അവൾ അലമുറയിട്ട് കരയാൻ തുടങ്ങി. ബുദ്ധിമാനായ ശ്രീബുദ്ധന് മനസ്സിലായി അവളോട് ആ സമയത്ത് എന്ത് പറഞ്ഞാലും അവൾക്ക് ആശ്വാസമാകുകയില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാൻ, നിന്റെ പ്രശ്നം അല്പം സങ്കീർണമാണ്, ഞാനതിനൊരു പരിഹാരം പറയാം. അതിനു മുമ്പ് നീ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് അല്പം കടുക് വാങ്ങിച്ചു കൊണ്ടുവരണം. തൻ്റെ സങ്കീർണമായ പ്രശ്നത്തിന് ഇത്ര ലളിതമായ പരിഹാരമല്ലേ ശ്രീബുദ്ധൻ പറഞ്ഞതെന്നോർത്ത് അടുത്ത് കണ്ട വീട്ടിലേക്ക് അവൾ ഓടുകയാണ്. ഓടുന്ന ഓട്ടത്തിനിടയ്ക്ക് ശ്രീബുദ്ധൻ മെല്ലെ അവളെ കൈതട്ടി വിളിച്ചെന്നിട്ട് പറഞ്ഞു, നിൽക്ക്, ഒരു കാര്യം കൂടെ നിന്നോട് പറയുന്നു. നീ ഏത് വീട്ടിൽ ചെന്നാലും കടുകുണ്ടോ എന്ന് ചോദിക്കണം. കടുകുണ്ടെന്ന് പറയുകയാണെങ്കിൽ നീ ആ വീട്ടുകാരോട് ചോദിക്കണം, നിങ്ങളുടെ ആരെങ്കിലും എപ്പോഴെങ്കിലും മരിച്ചിട്ടുണ്ടോ? മരണദുഃഖം എന്താണെന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നീ ആ വീട്ടിൽ നിന്ന് കടുക് വാങ്ങരുത്. 1ാമത്തെ വീട്ടിലേക്ക് അവൾ ഓടിച്ചെന്നു വാതിൽക്കൽ മുട്ടി. വീട്ടുകാർ വാതിൽ തുറന്നു. അവർ ചോദിച്ചു, എന്താ ഇവിടെ വന്നത്? അവരുടെ മറുപടി ശ്രീബുദ്ധൻ പറഞ്ഞിട്ട് വരികയാണ്, അല്പം കടുക് എനിക്ക് തരണം. എന്താ കാരണം? അവൾ പറഞ്ഞു, വിധവയായ സ്ത്രീയാണ്, കുഞ്ഞു മരിച്ചുപോയി, ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല, കടുകുമായി ചെന്നാൽ ആശ്വാസം പറയാമെന്നാണ് ശ്രീബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. അവളോട് അനുകമ്പ തോന്നി ആ വീട്ടുകാർ കടുകെടുക്കാൻ അകത്തേക്ക് കയറിയപ്പോൾ അവൾ പറഞ്ഞു, നിൽക്കണേ, ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ടേ. നിങ്ങളുടെ ആരെങ്കിലും എപ്പോഴെങ്കിലും മരിച്ചിട്ടുണ്ടോ? മരണദുഃഖം എന്താണെന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? കെട്ടബാധി കേൾക്കാത്ത ബാധി, ഉറ്റവരുടെ ഉടയവരുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ നിമിഷങ്ങൾ അവളുമായിട്ട് അവർ പങ്കുവെക്കുകയാണ്. അവരുടെ കണ്ണിൽ കൂടെ കണ്ണീർ കണങ്ങൾ ഇട്ടിട്ട് വീഴുന്നു. അവൾ പറഞ്ഞു, വേണ്ട, നിങ്ങളുടെ കടുക് വേണ്ട. അടുത്ത വീട്ടിലേക്ക് അവൾ ചെന്ന് അവിടെയും കടുകൊണ്ട്. പക്ഷേ സ്ഥിതി ഇത് തന്നെ. ചുരുക്കി പറഞ്ഞാൽ 100 കണക്കിന് വീടുകൾ അവൾ കയറി ഇറങ്ങി. എല്ലാ വീടുകളിലും കടുകൊണ്ട്. പക്ഷേ മരണം കയറി ചെല്ലാത്ത, മരണദുഃഖം അനുഭവിക്കാത്ത ഒരു വീട് പോലും അവൾ കണ്ടെത്തിയില്ല. അവസാനം നിരാശയായി ശ്രീബുദ്ധൻ്റെ അടുക്കൽ വന്നിട്ട് അവൾ പറഞ്ഞു, ഗുരു, ഞാൻ നിരവധി വീടുകൾ കയറി ഇറങ്ങി, എല്ലാ വീടുകളിലും കണ്ടുകൊണ്ട്, പക്ഷേ മരണം കയറി ചെല്ലാത്ത, മരണദുഃഖം അനുഭവിക്കാത്തൊരു വീട് പോലും ഞാൻ കണ്ടെത്തിയില്ല. ഇത് പറഞ്ഞിട്ട് അവൾ ഏങ്ങി കരയാൻ തുടങ്ങി. ശ്രീബുദ്ധൻ മെല്ലെ അവളുടെ താടി പിടിച്ച് നിവർത്തി മുഖത്തോട് മുഖം നോക്കി പറഞ്ഞു, അല്ലയോ സഹോദരി,
മരണദുഃഖത്തിന്റെ കാര്യത്തിൽ നിന്നെ പോലെ തുല്യ ദുഃഖിതരാ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുമെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? മരിച്ചവര് മരിച്ചു, ഇനി അവര് മടങ്ങി വരില്ല എന്ന യാഥാർത്ഥ്യം ഗ്രഹിച്ച് അവൾ സ്വയം ആശ്വസിക്കുകയായിരുന്നു. ഇതുപോലെ നിന്റെ ഭർത്താവും കുഞ്ഞും മരിച്ച ദുഃഖത്തിൽ എനിക്കെന്നല്ല ലോകത്തിൽ ആർക്കും നിന്നെ ആശ്വസിപ്പിക്കാൻ സാധ്യമല്ല. മരിച്ചവര് മരിച്ചു, ഇനി അവര് മടങ്ങി വരില്ല എന്ന യാഥാർത്ഥ്യം ഗ്രഹിച്ച് നീ സ്വയം ആശ്വസിക്കുകയേ നിവർത്തിയുള്ളൂ. മരണത്തിന്റെ കറുത്ത തിരശീലയ്ക്കപ്പുറത്ത് ഒരു പ്രത്യാശയുടെ സന്ദേശം പറയാൻ ആ സാധു സഹോദരിക്ക് കൊടുക്കാൻ ശ്രീബുദ്ധന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ ആ സുവിശേഷത്തിന്റെ പ്രസക്തി. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. അടുത്തത് കരമുയർത്തി പിടിച്ച ദൈവമക്കൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം ഇന്ന് രാത്രി കണ്ണു തിരുമിയടച്ചാൽ എൻ്റെ നിത്യത എവിടെയായിരിക്കുമെന്നുള്ള ഉറപ്പാണ്. ആ ഉറപ്പ് തന്ന ദൈവത്തിന് സ്തോത്രമെന്ന് പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയാം. ഈ രാത്രി മറക്കരുത്, മരണം യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരിക്കലും മറക്കത്തില്ലാത്തൊരു ദിവസമാണ് ഇറാഖിന്റെ കരുത്തുറ്റ ഭരണാധികാരി സദാം ഹുസൈനെ തൂക്കുകയറിന് വിട്ടുകൊടുത്ത ദിവസം. വലിയ പ്രതിഷേധത്തിന്റെ ഇരമ്പൽ ലോകവ്യാപകമായി ഉണ്ടായി, കൊച്ചു കേരളത്തിലും ഉണ്ടായി. അന്ന് ഞാൻ കോട്ടയത്ത് പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തൊരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോവുക. അല്പസമയം ഇത് എൻ്റെ വാഹനം തടഞ്ഞാണ് വിടുക. മീനടത്തെത്തിയപ്പോൾ 8 മണിയായി. മുണ്ടക്കയത്ത് ഞാൻ എത്തിയപ്പോൾ ഇവിടുത്തെ പ്രബലമായൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ഉശിരൻ മുദ്രാവാക്യം വിളിക്കുകയാണ്. ആ മുദ്രാവാക്യം കേട്ടപ്പോൾ എനിക്ക് ഒരു ആവേശം തോന്നി. അവർ പറയുകയാണേ, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല, തൊഴിലാളി ഇത് തൊഴിലാളി. എനിക്ക് പെരുത്ത സന്തോഷം തോന്നി. മരിക്കാൻ അവർക്ക് മനസ്സില്ല, കരയാൻ അവർക്ക് മനസ്സില്ല. എൻ്റെ ചോദ്യം, മരിക്കാനും കരയാനും ആർക്കാ മനസ്സ്? മരിക്കാനും കരയാനും എനിക്കും നിങ്ങൾക്കും മനസ്സില്ല. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞു. മരിക്കാനും കരയാനും ആർക്കും മനസ്സില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ചില വീടുകളിലൊക്കെ അത്താഴം കഴിഞ്ഞ ശേഷം മേശപ്പുറത്തേക്ക് ഒരു മിനി ഡെപ്പി വരും. നമ്മുടെ ചിന്ത എരിവും പുളിയുള്ള ആഹാരമൊക്കെ കഴിച്ചതല്ല, എന്തോ മധുരപലഹാരം വന്നതാ. ഇപ്പം തിന്നാവുന്ന നിലയിൽ നാവിൽ വെള്ളമൂറി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വീട്ടിലെ അച്ഛൻ പതിയെ കസാരയിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോയി കൈയൊക്കെ കഴുകി തിരിച്ച് കസാരയിൽ വന്നിരുന്ന ഡെപ്പി തുറന്നപ്പോഴാണ് മനസ്സിലായത് അത് സീറ്റ്സ് ഒന്നും അല്ല, അതൊരു മിനി മെഡിക്കൽ സ്റ്റോറാണ്. അച്ഛൻ ഒന്നാമത്തെ ഗുളിക എടുത്ത് വായിലിട്ട് വെള്ളം ഒഴിച്ചു. അച്ഛാ ഇതെന്തിനാച്ചാ? എനിക്കല്പം പ്രമേഹമുണ്ട്. രണ്ടാമത്തെ ഗുളിക എടുത്ത് വായിലിട്ട് വെള്ളം ഒഴിച്ചു. അച്ഛാ ഇതെന്തിനാച്ചാ? എനിക്കല്പം BP ഉണ്ട്. മൂന്നാമത്തെ ഗുളിക എടുത്ത് വായിലിട്ട് വെള്ളം ഒഴിച്ചു. അച്ഛാ ഇതെന്തിനാച്ചാ? അല്പം കൊളസ്ട്രോൾ ഉണ്ട്. നാലാമത്തെ ഗുളിക എടുത്ത് വായിലിട്ട് വെള്ളം ഒഴിച്ച്. ഇതെന്തിനാച്ചാ? ഇത് പെയിൻ കില്ലറാണ്. അഞ്ചാമത്തെ ഗുളിക എടുത്ത് അച്ഛൻ വായിലിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നെഞ്ച് തിരുമിക്കൊണ്ട് അച്ഛനോട് ചോദിക്കുകയാണ്, പൊന്നച്ഛ ഇതെന്തിനാച്ചാ? അച്ഛൻ്റെ മറുപടി, ഇത് എന്തിനാന്ന് എനിക്കും അറിഞ്ഞുകൂടാ, ജനറലാണ്. അപ്പോൾ ഓരോ ഗുളിക എടുത്ത് വായിലിട്ട് വെള്ളം ഒഴിക്കാൻ കാര്യം വേറെ ഒന്നുമല്ല, മരിക്കാൻ ആർക്കും മനസ്സില്ല അല്ലേ? കരയാൻ ആർക്കും മനസ്സില്ല. നമുക്ക് കരയാനും മരിക്കാനും മനസ്സില്ല പ്രിയരെ, അത് സത്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ എത്ര പ്രായം ചെന്ന് മരിച്ചാലും ആ ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നനയും, നമ്മുടെ ഹൃദയം തേങ്ങും, നമ്മുടെ ചുണ്ടുകൾ വിതുമ്പും. എന്നിട്ട് 100 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഈ രോഗം അല്പം കൂടെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്പം കൂടെ മിടുമിടുക്കനായ ഒരു ഡോക്ടറെ സമീപിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്പം കൂടെ മെച്ചപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ പറ്റിയിരുന്നെങ്കിൽ. തേങ്ങലുകൾ സത്യമാണ്, ചോദ്യങ്ങൾ ശരിയാണ്. പ്രിയരെ, മിടുമിടുക്കൻ ഡോക്ടേഴ്സ്
ഇഷ്ടം പോലെയുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഇന്ന് അനുസ്യൂതം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മേഖല ഒരു ബിസിനസ്സായി മാറിയിരിക്കുക. നാം ജീവിക്കുന്ന കാലഘട്ടം മറ്റേതൊരു കാലഘട്ടത്തേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടമാണ്. ശാസ്ത്രീയ പുരോഗതിയുടെ കാലഘട്ടമാണ്. വിജ്ഞാന വിസ്ഫോടനം ഇവിടെ സംഭവിക്കുകയാണ്. മനുഷ്യ മസ്തിഷ്കം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിജ്ഞാനത്തിൻ്റെ നീട്ടിയ കരം കൊണ്ട് മനുഷ്യൻ പ്രപഞ്ചത്തെ മുഴുവൻ പിടിച്ചെടുത്ത് അവൻ്റെ കാൽക്കീഴെ ചവിട്ടി മെതിച്ചു. അന്യഗ്രഹങ്ങളിലേക്ക് മനുഷ്യനെ പറിച്ചു നടാൻ ശാസ്ത്രം അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രത്തോടുള്ള മുഴുവൻ ആദരവ് നിലനിർത്തി ഈ രാത്രി ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ വിളിച്ചു പറയുന്നു, ശാസ്ത്ര മനുഷ്യ, നിന്റെ തലച്ചോറ് എത്ര വളർന്നാലും, വിജ്ഞാന വിസ്ഫോടനം ഇവിടെ സംഭവിച്ചാലും, വിജ്ഞാനത്തിൻ്റെ നീട്ടിയ വിരൽ തുമ്പുകൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ നീ നിന്റെ വരുതിയിൽ നിർത്തിയാലും മരണത്തിന് മറുമരുന്ന് കണ്ടുപിടിക്കാൻ നിനക്ക് സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം വെച്ച വ്യവസ്ഥയെങ്കിൽ ആ ദൈവിക വ്യവസ്ഥയ്ക്കകത്ത് കൈ കടത്തി ജയിക്കാൻ ദൈവം സമ്മതിക്കില്ല. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി മറക്കരുത്, മരണം യാഥാർത്ഥ്യമാണ്. മരണം സാർവത്രികമാണ്. മരണം യാഥാർത്ഥ്യമാണെങ്കിൽ, മരണം സാർവത്രികമാണെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യന്റെ മരണത്തിന് ഇത്ര ഗൗരവ സ്വഭാവം? എന്തുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിന് ഇത്ര പ്രസക്തി? മാന്യ സുഹൃത്തേ, ഒരിക്കൽ മരിക്കുക മാത്രമല്ല, പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. മരിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞ് കോടിക്കണക്കിന് ബാക്ടീരിയ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് ചീഞ്ഞു നാറി മണ്ണിന് വളമായി. ഇവിടം കൊണ്ട് മനുഷ്യൻ അവസാനിക്കുകയല്ല. മനുഷ്യന് കല്ലറയ്ക്കപ്പുറത്ത്, സെമിത്തേരിക്കപ്പുറത്ത്, ഈ ജീവിതത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. KJ തോമസ് പാസ്റ്ററെ, ഒരു മരണാനന്തര ജീവിതം ഉണ്ടോ? ചില വർഷങ്ങൾക്ക് പിറകിൽ ഉത്തരവാദിത്തപ്പെട്ടൊരു സമുദായത്തിൻ്റെ മേലധ്യക്ഷൻ ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുസൃതി ചോദ്യം എന്ന നിലയിൽ മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു, അങ്ങേക്ക് സ്വർഗത്തിലും നരകത്തിലും വിശ്വാസമുണ്ടോ? ആ മാന്യദേഹം പറഞ്ഞ മറുപടി, ഇത് രണ്ടിലും എനിക്ക് വിശ്വാസമില്ല. ആശ്ചര്യത്തോടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അതെന്താ സ്വർഗത്തിലും നരകത്തിലും അങ്ങേക്ക് വിശ്വാസമില്ലാത്തത്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, മരിച്ചവരാരും മരിച്ചു സ്വർഗത്തിൽ പോയി സ്വർഗം കണ്ട് സ്വർഗമുണ്ടെന്ന് പറയാൻ തിരിച്ചു വന്നതായി വിശ്വസനീയമായൊരു തെളിവെൻ്റെ കയ്യിലില്ല. മരിച്ചവരാരും മരിച്ചു നരകത്തിൽ പോയി നരകം കണ്ട് തിരിച്ച് നരകമുണ്ടെന്ന് പറയാൻ മടങ്ങി വന്നതായി വിശ്വസനീയമായ ഒരു തെളിവെൻ്റെ പക്കലില്ല. അതുകൊണ്ട് മരിച്ചവരാരും സ്വർഗത്തിലോ നരകത്തിലോ പോയി ഇത് രണ്ടും കണ്ട് രണ്ടുമുണ്ടെന്ന് പറയാൻ മടങ്ങി വന്നതായി വിശ്വസിക്കത്തക്ക നിലയിൽ ഒരു സാക്ഷ്യം ഞാൻ കേട്ടിട്ടില്ലാത്തത് കൊണ്ട് ഇത് രണ്ടുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം എന്തും പറയട്ടെ, ആർക്കും എന്തും പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ KJ തോമസ് എന്ന ഞാൻ പറയുന്നു, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. എന്താ അതിൻ്റെ ഒന്നാമത്തെ തെളിവ്? അതിൻ്റെ ഒന്നാമത്തെ തെളിവ് ഞാൻ കുമ്മളിയിൽ നിന്ന് വന്നതാണ്. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞ് അതെന്നെ കുമ്മളിയിൽ നിന്ന് വന്നെന്ന് പറയാൻ കാരണം, കുമ്മളി ഉള്ളത് കൊണ്ടല്ലേ ഞാൻ കുമ്മളിന്ന് വന്നെന്ന് പറഞ്ഞത്. ഇതുപോലെ എൻ്റെ യേശു പറഞ്ഞെന്നേ. എന്താ പറഞ്ഞത്? ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയ മനുഷ്യപുത്രനല്ലാതെ. അപ്പൊ സ്വർഗമുള്ളത് കൊണ്ടല്ലേ, ഒന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? സ്വർഗമുള്ളത് കൊണ്ടല്ലേ യേശു സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞത്? ദൈവത്തിന് നന്ദി. അതേ കർത്താവ് പറഞ്ഞു, നരകത്തിൽ അവരുടെ പുഴു ചാകുന്നില്ല, നരകത്തിൽ അവരുടെ തീ കെടുന്നില്ല. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, KJ തോമസ് പാസ്റ്ററെ, നരകത്തെക്കുറിച്ച് പ്രസംഗിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹതാപം തോന്നുന്നു. എത്രയോ നല്ല കാര്യങ്ങൾ പറയാനിരിക്കുന്നത്, നരകത്തെക്കുറിച്ച് പറയണോ? നരകത്തെക്കുറിച്ച് പറയണം. എന്തുകൊണ്ട് പറയണം?
വേദപുസ്തകം നിങ്ങൾ പഠിച്ചാൽ നരകത്തെ സംബന്ധിച്ച് ആധികാരികമായും ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതും എൻ്റെ യേശു കർത്താവാണ്. യേശു പറഞ്ഞു, നരകത്തിൽ അവരുടെ പുഴു ചാകുന്നില്ല, നരകത്തിൽ അവരുടെ തീ കെടുന്നില്ല. ഇപ്പം നരകത്തെ കുറിച്ച് യേശു പറഞ്ഞെങ്കിൽ, നരകം യാഥാർത്ഥ്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, മനുഷ്യൻ ക്രിസ്തുവിനെ കൂടാതെ മരിക്കുന്നെങ്കിൽ നരകത്തിലാണ് നിബദിക്കുന്നതെന്ന് ഇന്ന് രാത്രി ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നരകത്തെ കുറിച്ച് പറഞ്ഞേ പറ്റൂ. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പൊ സ്വർഗമുണ്ട്, നരകമുണ്ട്. എന്താണ് അതിന്റെ ഉറപ്പ്? യേശു അത് പറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഉറപ്പ്. അപ്പൊ ചിലർക്കൊരു സംശയം, ഈശോ മിശിഹായെ വിശ്വസിക്കാൻ കൊള്ളാവോ? വിശ്വസിക്കാൻ കൊള്ളാമെങ്കിൽ യേശുവിനെ കൊള്ളൂ. ഒരു നല്ല ആമേൻ പറയണം. വേറെ ആരെയും കൊള്ളത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ 100% അങ്ങോട്ട് നമ്പാൻ പറ്റുകയില്ല. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. പല ഘട്ടങ്ങൾ, വെള്ളിയാഴ്ച നമ്മളും പോവുക. തുടർച്ചയ്ക്കെന്ന എല്ലാവരും പറയാനുള്ളത്. കാരണം നേരത്തെ പറഞ്ഞത് അങ്ങോട്ട് 100% പാലിക്കാൻ പറ്റിയിട്ടില്ല, അല്ലേ? ആരുടെയും കുഴപ്പമില്ല, മനുഷ്യർക്ക് പരിമിതികളുണ്ടെന്നാണ് ഞാനീ പറഞ്ഞത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയരെ, എൻ്റെ യേശുവിനെക്കുറിച്ച് തിരുവെഴുത്ത് എന്താ പറയുന്നതെന്നറിയാമോ? അദ്ദേഹം ഊവെന്ന് പറഞ്ഞാൽ, എല്ലാവരും ആ കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്ത് പറ. എൻ്റെ യേശു ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നാണ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. ശ്ലീഹ പത്രോസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ്. വായിൽ വഞ്ചനയില്ലാത്ത ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും അരുളി ചെയ്ത യേശു പറഞ്ഞു, സ്വർഗമുണ്ട്, നരകമുണ്ട്. എന്നെ ഏറ്റവും അധികം ത്രസിപ്പിക്കുന്ന ഒരു വാക്യം തിരുവെഴുത്തിലുണ്ട്. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അവിടുത്തെ ഒരു പദത്തിന് അടിവരയിട്ടോണം. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എൻ്റെ മാന്യ സുഹൃത്തെ, ഇല്ലാത്തൊരു സ്വപ്നം നിന്റെ ജീവിതത്തിൽ തന്ന് നിന്നെ വഴിയാധാരമാക്കുന്നവനല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന, സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന കർത്താവ്. ഇല്ലാത്ത സ്വപ്നം തന്ന് നമ്മെ വഞ്ചിക്കുകയല്ല, ഉള്ളത് പറഞ്ഞാധരിക്കുന്ന ഒരു പൊന്നു കർത്താവ് ഇന്ന് രാത്രി ഉയരത്തിൽ ജീവിക്കുന്നു. ആ കർത്താവിനെ സേവിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ എൻ്റെ ദൈവത്തിന് സ്തോത്രമെന്ന് പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? സ്വർഗമുണ്ടോ? ഉണ്ട്. നരകമുണ്ടോ? ഉണ്ട്. മരണാനന്തര ജീവിതമുണ്ടോ? ഉണ്ട്. എന്താ അതിൻ്റെ തെളിവ്? അത് യേശു പറഞ്ഞു എന്നുള്ളതാണ് തെളിവ്. സഹോദര സഹോദരൻ, 2, സ്വർഗമുണ്ടോ? ഉണ്ട്. നരകമുണ്ടോ? ഉണ്ട്. ന്യായവിധി ഉണ്ടോ? ഉണ്ട്. എന്താ അതിന്റെ തെളിവ്? അതിന്റെ തെളിവ് നോക്കുക. വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 31-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 31-ാമത്തെ വാക്യം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകി. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം, ആ വാക്യത്തിലേക്ക് പിന്നീട് നമ്മൾ വരും. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അപ്പോ ന്യായവിധിക്കൊരു ദിവസമുണ്ട്. പിന്നീട് ഞാൻ നല്ല വിശദീകരണം തരാം അതിന്. ന്യായവിധിക്കായി ദൈവം ഒരു വ്യക്തിത്വത്തെ നിയമിച്ചാക്കിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. ഏതിൻ്റെ ഉറപ്പ്? മനുഷ്യ, മരണം കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല. ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്, ന്യായവിധിയുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നതിൻ്റെ അസന്നിഗ്ധമായ തെളിവാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലാണ് കേട്ടോ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്.
അയൽപക്കത്തുകാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് തിന്നുന്ന മനുഷ്യൻ മനുഷ്യനല്ലെന്ന് പറഞ്ഞ് മനുഷ്യപ്പുങ്കുവന്മാർ ഒട്ടനവധി. അവരുടെ ശവക്കൂനകൾ ഈ രാത്രി അടഞ്ഞു കിടക്കുകയാണ്. ഈ ഭൂമുഖത്ത് ഏതെങ്കിലും ഒരു ജീവി വിശന്നു പൊരിഞ്ഞ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നെങ്കിൽ ഈശ്വരന്റെ മുഖത്ത് നോക്കി എനിക്ക് മോക്ഷം വേണ്ട എന്ന് തീർത്തു പറയുമെന്ന് പറഞ്ഞ് ശ്രീ ബുദ്ധനെ പോലെയുള്ള ആത്മീക ആചാര്യന്മാർ അവരുടെ ശവക്കല്ലറകളും ഇന്ന് രാത്രി അടഞ്ഞു കിടക്കുന്നു. എന്തിനേറെ പറയുന്നു, ലോക തൊഴിലാളി വർഗത്തിന്റെ പഴം തൊട്ടി മുതൽ രാഷ്ട്രീയ ആചാര്യന്മാരുടെ തങ്കത്തളികയിൽ വരെ വിപ്ലവത്തിന്റെ വിത്ത് വിതച്ച പ്രത്യയ ശാസ്ത്രത്തിന്റെ വക്താക്കൾ അവരുടെ ശവകുടീരങ്ങളും അടഞ്ഞു കിടക്കുമ്പോൾ അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുറക്കെ പ്രഖ്യാപിച്ച് തുറന്നു കിടക്കുന്ന ഒരൊറ്റ കല്ലറയുണ്ട്. അതിന്ന് രാത്രി നാം ആവേശത്തോടെ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന, ഞാൻ അഭിമാനത്തോടെ പ്രസംഗിക്കുന്ന നമ്മുടെ യേശു കർത്താവിന്റെ കല്ലറയാണ്. ഇന്ന് രാത്രി ഉച്ചക്കട ദേശനിവാസികളോട് ഞങ്ങൾ വിളിച്ചു പറയാം, സ്വർഗമില്ലെന്ന് ഞാൻ പറയാം, നരകമില്ലെന്ന് ഞാൻ പറയാം, ഒരു ന്യായവിധിയില്ലെന്ന് ഞാൻ പറയാം, മരണം കൊണ്ടെല്ലാം അവസാനിച്ചെന്ന് ഞാൻ പറയാം. അങ്ങനെ പറയണമെങ്കിൽ ഒരു കല്ലറ തുറക്കാതെ കിടക്കണം. എന്നാൽ മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് അരിമത്യക്കാരൻ യോസേപ്പിന്റെ പുതുപുത്തൻ കല്ലറ അവന് തന്നെ തിരികെ കൊടുത്തുകൊണ്ട് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ആ തുറക്കപ്പെട്ട കല്ലറ സകല മനുഷ്യരോടും പറയുന്നു, സ്വർഗമുണ്ട്, നരകമുണ്ട്, ന്യായവിധിയുണ്ട്, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. എത്ര പേർക്ക് ആധാരം തുറന്ന് ഈ രാത്രി ആവേശത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ഇന്ന് രാത്രി മറക്കരുത്, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഒരു ന്യായവിധി ഉണ്ടെന്നുള്ളത് സത്യമാണെങ്കിൽ അടുത്ത ചോദ്യം, ആരാണ് ആ ന്യായാധിപതി? അതാണ് അല്പം കൂടെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. ആ നിയമിക്കപ്പെട്ടിരിക്കുന്ന ന്യായവിധിക്കായും ദൈവം ഒരു വ്യക്തിത്വത്തെ നിയമിച്ചിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 17:31 ഒന്നും കൂടെ വായിച്ചോളൂ. വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണ്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. എല്ലാവർക്കും എന്റെ മുഖത്തോട്ട് നോക്കി. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. ന്യായവിധിക്കൊരു ദിവസമുണ്ട്, ന്യായവിധിക്കായി ഒരു വ്യക്തിത്വത്തെ ദൈവം നിയമിച്ചിരിക്കുകയാണ്. ആരാണ് ദൈവത്താൽ നിയമിക്കപ്പെട്ട ആ വ്യക്തിത്വം? ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്ന ന്യായാധിപനെ കുറിച്ച്, ആ ന്യായാധിപൻ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന സൂര്യകിരണങ്ങൾ ഹിമാലയ പർവ്വതത്തിലെ ഹിമസാനുക്കളിൽ പതിക്കുമ്പോൾ ഹിമത്തിന് എത്ര വെണ്മയാണോ അതുപോലെ തൂവെള്ളയാണ് അദ്ദേഹത്തിന്റെ വസ്ത്രം. അദ്ദേഹത്തിന്റെ തലമുടി നേർമയുള്ള കോലാട്ട് രോമം പോലത്തെയാണ്. അദ്ദേഹം ഇരിക്കുന്ന സിംഹാസനം അഗ്നിജ്വാലയാണ്. ആ സിംഹാസനത്തിന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയാണ്. അദ്ദേഹത്തിന് ചുറ്റും ഒരഗ്നി നദി ഒഴുകുകയാണ്. 1000 പേർ അദ്ദേഹത്തിന് ചുറ്റും നിന്ന് ശുശ്രൂഷ ചെയ്യുകയാണ്. ആരാണ് ആ ന്യായാധിപതി? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു, അതിലൊരുവൻ ഇരിക്കുന്നതും കണ്ടു. മരിച്ചവർ ആബാലവൃദ്ധം അവന്റെ മുമ്പിൽ വന്നു നിന്നു. ആകാശവും ഭൂമിയും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. എന്റെ ചോദ്യം, ആരാണ് ആ ന്യായാധിപതി? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എടുക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 42-ാമത്തെ വാക്യം. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ന്യായം വിധിപ്പാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ
താൻ തന്നെ എന്ന് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. കരവ് ശബ്ദം ഉയർത്തി ഒരു നല്ല സ്തോത്രമെന്ന് പറയാം. ഇനി എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. ആരായി പറയുന്നത്? ശ്ലീഹ പത്രോസാണ്. എവിടെ വെച്ചാണ് പറയുന്നത്? കൊർന്നല്യോസിന്റെ വീട്ടിൽ വെച്ചാണ്. അതിന്റെ ആധികാരികത മനസ്സിലാക്കുന്ന പശ്ചാത്തലം ഒന്നറിയണം. കൊർന്നല്യോസിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി തൽക്കല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്ന പത്രോസിനെ വിളിച്ചു വരുത്തി പ്രസംഗം കേൾക്കാൻ പറഞ്ഞു. കൊർന്നല്യോസ് ആളയക്കുന്നു. പത്രോസ് ശീമോന്റെ വീട്ടിൽ പ്രാർത്ഥിക്കുകയാണ്. തുൽക്കല്ലനായ ശീമോന്റെ വീട്ടിൽ പ്രാർത്ഥിക്കും അളവിൽ തുപ്പട്ടിയുടെ ദർശനം കൊടുക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയുന്നു, ദേ 2-3 പേര് വാതിൽക്കൽ വന്ന് മുട്ടുന്നുണ്ട്, ഞാൻ അവരെ അയച്ചതാണ്, ഭയപ്പെടേണ്ട, നീ അവരോടുകൂടെ പോക. ആത്മനിയോഗത്തോടെ പത്രോസ് വന്നു. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് വരും അളവിൽ കൊർന്നല്യോസ് അദ്ദേഹത്തോട് പറയുകയാണ്, ദൈവം നിന്നോട് അരുളി ചെയ്തത് ഞങ്ങളോട് പറക, അത് കേൾക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കൂടി വന്നിരിക്കുകയാണ്. ദൈവം പറഞ്ഞ കാര്യം പത്രോസ് പ്രസ്താവിക്കുമ്പോൾ കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു. എല്ലാവർക്കും ഒന്ന് സ്തോത്രം ചെയ്യാമോ? കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു. എന്ത് കേട്ടപ്പോഴാണ് ആത്മാവ് വന്നത്? അവിടെ നിങ്ങൾ അറിയണം കേട്ടോ. പത്രോസ് പറഞ്ഞത്, പത്രോസിന്റെ പ്രസംഗമത്തി അദ്ദേഹം പറയുകയാണ്, മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ന്യായം വിധിപ്പാൻ ദൈവത്തിന് സ്തോത്രം, ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ താൻ തന്നെ എന്ന് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ആര് കൽപ്പിച്ചു? യേശു ക്രിസ്തു കൽപ്പിച്ചു. ആരോട് കൽപ്പിച്ചു? ശിഷ്യന്മാരോട് കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? ഭൂമിയുടെ അറ്റം വരെ പോയി നിങ്ങൾ പ്രസംഗിക്കണം, നിങ്ങൾ സാക്ഷീകരിച്ച് പ്രസംഗിക്കണം. എന്താ പ്രസംഗിക്കേണ്ടത്? മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ന്യായം വിധിപ്പാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ട പുരുഷൻ ഞാനാണെന്ന് പ്രസംഗിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നേർമയുള്ള കോലാട്ട് രോമം പോലത്തെ തലമുടിയുള്ള വെള്ള വസ്ത്രം ധരിച്ച് അഗ്നിസിംഹാസനത്തിലിരിക്കുന്ന കത്തുന്ന രഥചക്രങ്ങളുള്ള അഗ്നി നദി മുമ്പിൽ കൂടി ഒഴുകുന്ന 1000 പേർ നിന്ന് ശുശ്രൂഷിക്കുന്ന ആ ന്യായാധിപതി ആര്? ആ ന്യായാധിപതി മറ്റാരുമല്ല, ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്ക് ഒരു ശബ്ദവും കരവും ഉയർത്തി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. ആ ന്യായാധിപതി കർത്താവായ യേശു ക്രിസ്തുവാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. എന്തുകൊണ്ട് യേശു ക്രിസ്തു ന്യായാധിപതി? മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ന്യായം വിധിപ്പാൻ ഒരു ദിവസവും ഒരു വ്യക്തിത്വത്തെയും നിയമിച്ചിരിക്കുന്നെങ്കിൽ ആ വ്യക്തിത്വം കർത്താവായ യേശു ക്രിസ്തുവാണെങ്കിൽ എന്തുകൊണ്ട് യേശു ക്രിസ്തു ന്യായാധിപതി? വായിക്കാം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. എത്ര പേർക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ കഴിയും? എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടുന്നതിന് പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഞാനത് നിങ്ങൾക്കൊന്ന് ഹ്രസ്വമായി തരാം. പ്രിയപ്പെട്ടവരെ, ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് പിറകിൽ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി കർത്താവായ യേശു ക്രിസ്തു മണ്ണിൽ വന്നു. യേശു ക്രിസ്തുവിനെ കണ്ടവർക്കാർക്കും മനസ്സിലായില്ല കേട്ടോ. മനസ്സിലാകാഞ്ഞ മനുഷ്യര് പറഞ്ഞു, അവൻ മറിയയുടെ മകനാണ്, അവൻ ആശാരി പയ്യനാണ്, യോസേപ്പിന്റെ മകനാണ്, യാക്കോബ്, യോസേ, ശീമോൻ, യൂദ എന്നിവരുടെ സഹോദരനാണ്, അവന്റെ സഹോദരിമാരും നമ്മുടെ കൂടെയുണ്ട്. വേറെ ചിലര് പറഞ്ഞു, അവൻ ഭൂതങ്ങളുടെ തലവനായ ബേത്സബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നവനാണ്. വേറെ ചിലര് പറഞ്ഞു, അവന് ഭ്രാന്താണ്. ചുരുക്കി പറഞ്ഞാൽ കണ്ടവർക്കാർക്കും യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലായില്ല. ഇനി എല്ലാവരും എൻ്റെ കൂടെ വരണം കേട്ടോ. യേശു ക്രിസ്തുവിന്റെ വിസ്താര സമയത്തേക്ക് നിങ്ങളൊന്ന് വന്നേ. യേശുക്രിസ്തുവിനെ വിസ്തരിച്ച ഹന്നാവ്,
കയ്യപ്പാവ് തുടങ്ങിയ യഹൂദ മഹാപുരോഹിതന്മാർ, അവർക്ക് മനസ്സിലായില്ല എൻ്റെ രക്ഷിതാവ് ആരാണെന്ന്. അതുകൊണ്ടാണ് യേശു അവരോട് പറഞ്ഞത്, മനുഷ്യപുത്രൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ആകാശമേഘത്തെ തേരാക്കി വരുന്നതും നിങ്ങൾ കാണും. എത്ര പേർക്ക് സന്തോഷത്തോടെ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നില്ല ഞാൻ ആരാണെന്ന്, പക്ഷേ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഹന്നാവിന് മനസ്സിലായില്ല യേശു ആരാന്ന്, കയ്യപ്പാവിന് മനസ്സിലായില്ല യേശു ആരാന്ന്. അതുകൊണ്ട് എൻ്റെ പൊന്നു കർത്താവിനോട് അവർ ഇടപെട്ട വിധങ്ങൾ എത്രയോ അവഹേളനാപരമായിരുന്നു. യഹൂദ മതകോടതിയായ സന്നിധിൻ സംഘം, ആ സംഘത്തിന് മനസ്സിലായില്ല എൻ്റെ രക്ഷിതാവ് ആരാണെന്ന്. യേശുക്രിസ്തുവിൻ്റെ കണ്ണ് കെട്ടി മുഖത്തടിച്ചിട്ട് പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ പ്രവചിക്ക്, ആരാ നിന്നോട് നിന്നെ അടിച്ചത്? എൻ്റെ കർത്താവ് ഒരക്ഷരം ഉരിയാടിയില്ല കേട്ടോ. അടിച്ചവന് മനസ്സിലായില്ല, ആക്രോശിച്ചവന് മനസ്സിലായില്ല എൻ്റെ രക്ഷിതാവ് ആരാണെന്ന്. ഗലീല കടലിലൂടെ കടന്നുപോയ ആയിരക്കണക്കിന് മത്സ്യങ്ങളിൽ ഏതു മഴതെന്ന് അറിയാവുന്ന എൻ്റെ പൊന്നു കർത്താവിന്, കാട്ടത്തിയുടെ മുകളിൽ കയറി ഒളിച്ചിരുന്ന സക്കായിയെ പേര് വിളിച്ച് താഴെ ഇറക്കിയ കർത്താവിന്, ശമരിയ സ്ത്രീയുടെ ജീവിത ചരിത്രം മുഴുവൻ അവളെ വായിച്ച് കേൾപ്പിച്ച കർത്താവ്, നദരിയലിന്റെ ഹൃദയത്തിന്റെ പരമാർത്ഥത നാലാളുകൾക്ക് വിളിച്ചു പറഞ്ഞ എൻ്റെ പൊന്നു കർത്താവ് ഒരക്ഷരവും അവിടെ ഉരിയാടിയില്ല. അതുകൊണ്ടൊരു കോമാളിയെ പോലെ എൻ്റെ രക്ഷിതാവിനോട് അവർ പ്രതികരിച്ചു. അവർക്ക് മനസ്സിലായില്ല യേശു ആരാണെന്ന്. എൻ്റെ പൊന്നു കർത്താവിൻ്റെ മുഖത്ത് അവർ തുപ്പി. എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞു വരണേ. തുപ്പിയവർക്ക് മനസ്സിലായില്ല എന്ന്. സാമാന്യമായി ഒരു മനുഷ്യന് കൊടുക്കേണ്ട പരിഗണന പോലും എൻ്റെ രക്ഷിതാവിന് കൊടുത്തില്ല. അവർക്ക് മനസ്സിലായില്ല യേശു ആരാണെന്ന്. തലയിൽ മുൾക്കിരീടം മെടഞ്ഞു വെച്ചവർക്ക് മനസ്സിലായില്ല എൻ്റെ രക്ഷിതാവ് ആരാണെന്ന്. കോലുകൊണ്ട് മുൾക്കിരീടത്തിൽ ആഞ്ഞടിച്ച് മുള്ളുകൾ തലയ്ക്കകത്തേക്ക് ഇറങ്ങുമ്പോൾ ചീറ്റിത്തെറിക്കുന്ന രക്തം കണ്ടട്ടഹസിക്കുന്ന ആ മനുഷ്യ കോമരങ്ങൾക്ക് മനസ്സിലായില്ല എൻ്റെ രക്ഷിതാവ് ആരാണെന്ന്. പീലാത്തോസിൻ്റെ കൽത്തളത്തിനകത്ത് രണ്ട് ഇരുമ്പ് തൂണുകളുടെ നടുവിൽ എൻ്റെ രക്ഷിതാവിനെ റാ പോലെ വളച്ചു നിർത്തി ഉണങ്ങിയ കുതിരയുടെ തോലിൻ്റെ അറ്റത്ത് ഈയക്കൊളുത്തുകൾ വലിയ കഷണങ്ങളും മനുഷ്യാസ്ഥികളും ഘടിപ്പിച്ച് എൻ്റെ രക്ഷിതാവിൻ്റെ വിരിഞ്ഞ പുറത്തേക്ക് ആ ചാട്ടവാർ ആഞ്ഞെറിഞ്ഞ് ഈയക്കൊളുത്തുകളും വലിയ കഷണങ്ങളും മനുഷ്യാസ്ഥികളും പച്ചമാംസത്തിലേക്ക് ആഴ്ന്നിടങ്ങി അത് താഴേക്ക് നെടുനീളത്തിൽ വലിച്ചു കീറിയ പടയാളികൾക്ക്, പ്രത്യേക പരിശീലനം ലഭിച്ച പടയാളികൾക്ക് മനസ്സിലായില്ല എൻ്റെ രക്ഷിതാവ് ആരാണെന്ന്. ഭാരമുള്ള മരക്കുരിശും ചുമലിലേന്തി യെരൂശലേം തെരുവീതിയിലൂടെ എണീറ്റും വീണും നടന്നു നീങ്ങി തലയോടിടമെന്ന ഗോൽഗൊത്ത മലയുടെ മുകളിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട് എൻ്റെ രക്ഷിതാവ് അതിവേദന കൊണ്ട് ഞെരങ്ങുമ്പോൾ, നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്നിറങ്ങി വാ എന്ന് വിമർശനത്തിൻ്റെ വിരൽ തുമ്പുകൾ ചൂണ്ടിയവർക്ക് മനസ്സിലായില്ല എൻ്റെ രക്ഷിതാവ് ആരാണെന്ന്. കരവ് ശബ്ദവും ഉയർത്തി ഒരു നല്ല ആമേൻ എന്ന് പറയാമോ? അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, അവര് തേജസ്സിന്റെ കർത്താവിനെ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ലോകത്തിന് അറിഞ്ഞുകൂടായിരുന്നു യേശു ആരാണ്. അവർക്ക് മാത്രമല്ല, ഇന്നും യേശു ആരാണെന്ന് അറിയാൻ വയ്യാത്ത ഒത്തിരി പേരുണ്ട്. ഒരു ആമേനെന്ന് പറഞ്ഞ് അവർക്ക് യേശുവിനെക്കുറിച്ച് വികലമായ അറിവ്. അതുകൊണ്ട് അവർ യേശുവിനെതിരെ പുസ്തകം എഴുതുന്നത്, സിനിമ ഇറക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് പ്രതികരിച്ച് അവർ പ്രസംഗിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ പ്രതികരിക്കാൻ പോകില്ല, പ്രതികരിക്കാൻ പാടില്ല. എന്തുകൊണ്ട് പ്രതികരിക്കാൻ പാടില്ല? ദൈവം ദൈവമാണെങ്കിൽ ആ ദൈവം തനിക്കെതിരെ പ്രതികരിക്കുന്നവരോട് താനായി തന്നെ സമയം വരുമ്പോൾ പ്രതികരിക്കാൻ ദൈവം ശക്തനാണ്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ മനസ്സുള്ളവർ കരങ്ങളും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പോരാ, ഈ സ്തോത്രം പോരാ, കരവും ശബ്ദവും ഉയർത്തി ഒരു നല്ല ആമേൻ പറയാം. അപ്പൊ യേശു ആരാണെന്ന് അറിയാൻ കഴിയാഞ്ഞവർ അന്നുണ്ട്, ഇന്നുമുണ്ട്. പക്ഷെ എൻ്റെ രക്ഷിതാവ് ആരാണെന്ന്
മുഴുവൻ ലോകവും അറിയാൻ പോകുന്ന ദിവസമാണ് ആ ഭയാനക ന്യായവിധിയുടെ ദിവസം. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ കേരള മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയൻ അവർകളാണ്. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഒരു ഉദാഹരണം പറയാം കേട്ടോ. അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്, മുഖ്യമന്ത്രിയായത് 2ാം ടേം. അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ എതിർ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. അവർക്കും കിട്ടിയ 1000കണക്കിന് വോട്ട്. അപ്പോൾ സ്വന്തം മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്തവരുണ്ട്. അദ്ദേഹം ആ കസാരയിൽ ഇരുന്നപ്പോൾ തൊട്ട് ഇറങ്ങിപ്പോകണം, രാജിവെക്കണമെന്ന് പറയുന്നവരുണ്ട്. അത് അവരുടെ പരിപാടി, അതല്ല ഞാനീ പറയാൻ വരുന്നത്. പക്ഷേ അദ്ദേഹം ആ മുഖ്യമന്ത്രി കസാരയിൽ ഇരിക്കുന്നിടത്തോളം കാലം കേരള മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞേ പറ്റൂ. വോട്ട് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതല്ല, ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളതല്ല. അദ്ദേഹം ആ കസാരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചേ പറ്റൂ. അവിടെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ല. യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി അംഗീകരിച്ചേ പറ്റൂ. ഇതുപോലെ യേശുവിനെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, സ്വീകരിച്ചാലും തിരസ്കരിച്ചാലും എൻ്റെ യേശു ആരായിരിക്കുന്നു എന്ന് മുഴുവൻ ലോകവും അറിയുന്ന യാഥാർത്ഥ്യ ദിവസമാണ് ആ ഭയാനക ന്യായവിധിയുടെ ദിവസം. അന്നാണ് ലോകം അറിയാൻ പോകുന്നത്. എല്ലാവരും കരം ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്തു പറ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമം. ഈ സ്തോത്രം പോരാ, ആവേശത്തോടെ സ്തോത്രം ചെയ്തു പറ. ഏകനാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അന്ന് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. എല്ലാ നാവും ഏറ്റുപാടും. അതരം തുറന്നൊന്ന് സ്തോത്രം ചെയ്തു പറഞ്ഞ് യേശു കർത്താവ്, യേശു കർത്താവ്. കരമുയർത്തി അധരം തുറന്നു ആവേശത്തോടെ ഈ രാത്രി ഒരുമിച്ചെന്ന് പറയാം, യേശു മാത്രം കർത്താവ്. മുഴുവൻ ലോകവും ആ യാഥാർത്ഥ്യം അറിയുന്ന ദിവസമാണ് ന്യായവിധിയുടെ ദിവസം. പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. എൻ്റെ മാന്യ സുഹൃത്തേ, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. കുഴിമാടത്തിൻ്റെ അപ്പുറത്ത്, കല്ലറയ്ക്കപ്പുറത്ത്, സെമിത്തേരിക്കപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. നിങ്ങളുടെ കണ്ണു തിരുമിയടച്ചാൽ ഈ ഭൂമിക്കപ്പുറത്തൊരു നിത്യതയുണ്ട്. അത് പറയാനാ ഞങ്ങൾ ഈ യോഗം ഇവിടെ ക്രമീകരിച്ചത്. അത് പറയാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി ഈ രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ഒറ്റ സന്ദേശമൊന്ന് കൂട്ടി വിളക്കുകയാണ്. സുവിശേഷത്തിൻ്റെ ഏറ്റവും ശക്തമായ സന്ദേശം ഞാൻ പറയാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. പക്ഷേ ആ ഭയാനക ന്യായവിധിയിൽ നിന്ന്, നിത്യ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം ഒരു രക്ഷാമാർഗമൊരുക്കി. ഏതാണ് രക്ഷാമാർഗം? പെട്ടെന്ന് വായിച്ചോളൂ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 18 വരെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അടുത്തത്, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല. ഞാൻ അത്ര ഒന്ന് പറഞ്ഞിട്ട് ബാക്കി വായിക്കാം. എല്ലാവരും എൻ്റെ മുഖത്തോട്ട് നോക്കിയേ. ഇതുപോലെ ശാന്തമായി ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ള വേദികൾ വളരെ വിരളമാണ്. ആവർത്തിച്ച് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിനകത്തൊന്ന് കയറാനാണ്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല. എൻ്റെ മാന്യ സഹോദരങ്ങളെ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിന് ആരെയും ന്യായം വിധിക്കണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെ ദൈവത്തിന് ന്യായം വിധിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ
സ്വന്തം പുത്രനെ മണ്ണിലേക്ക് അയക്കണ്ടായിരുന്നു. തിരുവെഴുത്ത് പറയുന്ന വാക്യം എത്രയോ ഉന്നതമാണ്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല. അടുത്തത് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? ലോകം അവനാൽ വായിച്ചേ, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. എത്ര പേർക്ക് സന്തോഷത്തോടെ ആമേൻ പറയാൻ കഴിയും? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന ഒരു വാക്യം ഒന്ന് പറഞ്ഞോട്ടെ പ്രിയരെ. സാത്താൻ പാപം ചെയ്തു കേട്ടോ, പിശാച് പാപം ചെയ്തു, അവൻ ദൂതനായിരുന്നു, അവൻ പാപം ചെയ്തു. പക്ഷേ അവന് വേണ്ടി ദൈവം രക്ഷാമാർഗം ഒരുക്കിയില്ല. സാത്താനും അവൻ്റെ ദൂതന്മാർക്കും ദൈവം ഒരുക്കിയത് നരകമാണ്. എന്നാൽ ദൈവം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഒരുക്കിയത് മറ്റൊരു നരകമല്ല, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണ്. എത്ര പേർക്ക് അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? പിശാചു പാപം ചെയ്തപ്പോൾ അവനും അവൻ്റെ ദൂതന്മാർക്കും ദൈവം ഒരുക്കിയത് നരകമാണ്. പക്ഷെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ എൻ്റെ ദൈവം ഒരുക്കിയത് മറ്റൊരു നരകമല്ല, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണ്. ആ രക്ഷയുടെ സന്ദേശമാണ് ഈ രാത്രി ഈ ദേശത്തിന് ഞങ്ങൾ കൈമാറുന്നത്. ദൈവം ഈ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അടുത്തത്, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അവനിൽ വിശ്വസിക്കുന്നവന്, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. എങ്ങനെ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല? എൻ്റെ മുഖത്തോട് നോക്കി ശ്രദ്ധിച്ച് കേട്ടോണം. യേശുക്രിസ്തു വണ്ടി തരും, യേശുക്രിസ്തു വീട് തരും, യേശുക്രിസ്തു രോഗം മാറ്റും, യേശുക്രിസ്തു മക്കളെ വിദേശത്ത് വിടും, യേശുക്രിസ്തു അത് തരും ഇത് തരും, എല്ലാം തരും. അതല്ല ഞാനീ പറയുന്നത്. അങ്ങനെ മാത്രം നിങ്ങൾ വിശ്വസിച്ചതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷ കിട്ടില്ല, ന്യായവിധി കിട്ടില്ല. കാരണം 1 കൊരിന്ത്യർ ലേഖനം 15 വായിക്കുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം, എത്ര പേർക്ക് സ്തോത്രം ചെയ്ത് പറയാൻ കഴിയും? നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് വിശ്വസിക്കേണ്ടത്? ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ തേജസ്സിൻ്റെ കർത്താവ് സ്വർഗ മഹിമകളെ വെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി വന്നത്, ഹല്ലേലൂയ, ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയാണ്. ഇതിനപ്പുറത്തൊരു ന്യായവിധിയുണ്ട്, ഇതിനപ്പുറത്തൊരു നിത്യ നരകമുണ്ട്, ഒരു നിത്യ ശിക്ഷാവിധിയുണ്ട്. ആ നിത്യ ശിക്ഷാവിധിയിൽ നിന്ന്, നിത്യ നരകത്തിൽ നിന്ന്, നിത്യ ന്യായവിധിയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ എന്നെ അത്രമാത്രം സ്നേഹിച്ച് എൻ്റെ പൊന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണം മൂലം എൻ്റെ ന്യായവിധി മാറിയെന്ന് ഹൃദയപൂർവ്വമാര് വിശ്വസിക്കുന്നു, യേശു ക്രിസ്തുവിലുള്ള ആ വിശ്വാസമാണ് നിങ്ങളുടെ ന്യായവിധി മാറ്റുന്നത്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ആവേശമുണ്ട്? ആ കരങ്ങൾ ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല, എന്നാൽ വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പറയുകയാണ്, മാന്യ സുഹൃത്തെ, ഉച്ചക്കടയിൽ ഈ ശബ്ദവാഹിനിയിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ സുഹൃത്തേ, ഇതിൽ കൂടുതൽ ഇനി എന്താ ദൈവം ചെയ്യാനുള്ളേ? ഒരു നല്ല ആമേൻ പറയാവോ? താങ്കളുടെ ആത്മരക്ഷയ്ക്കായി, നിങ്ങളുടെ നിത്യന്യായ വിധിയിൽ നിന്നുള്ള രക്ഷയ്ക്കായി, നിത്യനരകാഗ്നിയിൽ നിന്നുള്ള വിടുതലിനായി ദൈവത്തിന് ചെയ്യാനുള്ളതെല്ലാം ദൈവം ചെയ്തു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അതാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശും മരണം. അതിവിടെ എത്രയോ വർഷങ്ങളായി പ്രസംഗിക്കുന്നു, എത്രയോ വർഷങ്ങളായി നിങ്ങൾ കേൾക്കുന്നു. പ്രസംഗിച്ചിട്ടും കേട്ടിട്ടും ആ തിരിച്ചറിവില്ലാതെ, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ ജീവിച്ചാൽ, അങ്ങനെ നിങ്ങൾ
മണ്ണിൽ കണ്ണടച്ചാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, അങ്ങനെ കണ്ണടച്ചാൽ ചെല്ലുന്നത് നിത്യ നരകത്തിലാണ്. ആ പോക്ക് നിത്യ ന്യായവിധിയിലേക്കുള്ള പോക്കാണ്. അത് സംഭവിക്കരുത്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ദൈവം ഈ ദേശത്തോട് വിളിച്ചു പറയുന്നു, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ആ ഭയാനക ന്യായവിധിയിൽ നിന്ന് മാനവവർഗത്തിന് രക്ഷ തരുവാൻ ഒരു രക്ഷാകര പദ്ധതി ദൈവം ഒരുക്കി. ആ രക്ഷാകര പദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തു. അത് ലോകത്തോട് പറയാനാണ് ദൈവം ഞങ്ങൾക്ക് സന്ദേശം കൈമാറിയത്. ഇന്ന് രാത്രിയും ഞങ്ങൾ ആ സന്ദേശം ഈ ദേശത്തിന് കൈമാറുകയാണ്. ഒരു ന്യായവിധിയുണ്ട്. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും ദൈവസന്നിധിയിൽ ഞാൻ എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്നെഴുന്നേറ്റ് നിൽക്കുക. ഒരാത്മനിയോഗമുണ്ടായിട്ടാണ് ഇന്ന് രാത്രി ഈ സന്ദേശം ഞാനിവിടെ പ്രസംഗിച്ചത്. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. ഈ കാലത്ത് വളരെ വിരളമായി കേൾക്കുന്ന സന്ദേശമാണിത്. പക്ഷെ എക്കാലവും സ്തോത്രം ഗൗരവമായി പ്രസംഗിക്കേണ്ട സന്ദേശം ഇതാണ്. കാരണം ഒറ്റ മനുഷ്യൻ പോലും ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന് കേൾക്കാതെ മരിക്കാൻ പാടില്ല. കാരണം അത്ര ഗൗരവമായ കാര്യമാണ് മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നുള്ളത്. കൃപ ലഭിച്ച ദൈവമക്കളെ, നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഭാഗ്യം കെട്ടിപ്പൊക്കിയ വീടല്ല, യാത്ര ചെയ്യുന്ന വാഹനങ്ങളല്ല, വിദേശ വരുമാനങ്ങളല്ല, മറ്റെന്തിനേക്കാൾ ഇന്ന് രാത്രി ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യം മരണഭയമില്ലാതെ ജീവിക്കാൻ പറ്റുന്നതാണ്. ആ ഉറപ്പും ധൈര്യവുമുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർ ആധാരങ്ങൾ തുറന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആ ബോധ്യമുള്ളവർ ആധാരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആ കരമടിച്ച് ദൈവത്തിന് നന്ദി പറയുമ്പോൾ കയറൊരു ഗാനം ചേർന്ന് പാടും. മരണമേ പാതാളമേ നിന്നോട് ജയം എവിടെ? എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ അധരങ്ങളും തുറന്ന് ആവേശത്തോടെ ചേർന്ന് പാടി ദൈവത്തിന് നന്ദി പറയാ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും ഒരു വീരം മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താരാമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താരാമേ. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ? ഞാനിലും ഓടവൻ ഭക്തർക്ക് സംഹാരകം കടന്നു പോ. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ? ഞാനിലും ഓടവൻ ഭക്തർക്ക് സംഹാരകം കടന്നു പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീരം മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താരാമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താരാമേ. ഭീകരമാ ചെങ്കടലും മിശ്രയും സൈന്യവീരയും ഭീഷണിയാകും വിധിപ്പെടുത്തിയിടുമ്പോ ഭീകരമാ ചെങ്കടലും മിശ്രയും സൈന്യവീരയും ഭീഷണിയാകും വിധിപ്പെടുത്തിയിടുമ്പോ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൽ വീരനായി മഹത്വരാജനായി സേനയിൽ വീരനായി അവർക്കെന്നുമേ. ഓ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ.
മകത്വരാജനായി ശക്തിയോടെ പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ കുഞ്ഞാട്ടിന്നിടം അവേ സംഹാരം കടന്നു പോ പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ ഭക്തർക്ക് സംഹാരം കടന്നു ജയത്തിൽ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൽ കൂടാരത്തിൽ പുതുഗീതം രാജനായി സേനയിൽ വീരനായി അഭയം തരാവർക്കുമേ ഓ മകത്വരാജനായി ജയത്തിൽ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൽ കൂടാരത്തിൽ പുതുഗീതം മകത്വരാജനായി നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങൾ ദൈവമുമ്പാകെ നമുക്ക് ഏകാഗ്രമാക്കാം. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ ഏറ്റവും ഗൗരവമായ സന്ദേശം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഒരിക്കൽ മരിക്കും. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഇടവും വലവും മുമ്പും പിമ്പും നിൽക്കുന്നവർ മരിക്കും, പക്ഷെ ഞാൻ മരിക്കേണ്ടി വരുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഈ രാത്രി ആ തിരിച്ചറിവുണ്ടാകണം. കർത്താവ് വരാൻ താമസിച്ചാൽ ആരും ഇവിടെ സ്ഥിരവാസികളല്ല. ഒരിക്കൽ ഈ മണ്ണിനോട് വിട പറയേണ്ടി വരും. പക്ഷെ ഒരു കാര്യം അറിയണം, മണ്ണിൽ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് ഈ യാഥാർത്ഥ്യം നിങ്ങൾ കേൾക്കണം. ഒരിക്കൽ മരിക്കുക മാത്രമല്ല, ഒരു ന്യായവിധിയുണ്ട്. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്. ഈ രാത്രി നിങ്ങൾ പോകുന്ന വഴി മരണവഴിയാകാം, കിടക്കുന്ന കിടക്ക മരണക്കിടക്കയാകാം, കഴിക്കുന്ന ആഹാരം അന്തിമ ആഹാരമാകാം. നാളെ നിങ്ങളുടെ നിശ്ചലമായ ശരീരത്തിന് മുമ്പിൽ നിന്നാകാം മറ്റുള്ളവർ വിതുമ്പിക്കരയുക. ആർക്കറിയാം? സർവശക്തനായ ദൈവത്തിന് മാത്രമറിയാം. ഇപ്പോൾ ഇത് ദൈവം തന്ന സമയമാണ്. നിത്യതയ്ക്കായി ഒരുങ്ങാൻ യേശുക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കാൻ ദൈവം തന്ന വിലപ്പെട്ട സമയമാണ്. ഇന്ന് രാത്രി ഒരു നിത്യതയുണ്ട്, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ആ തിരിച്ചറിവോടെ ജീവിക്കാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നേ. യേശുവേ, അങ്ങ് മണ്ണിൽ വന്നതും ക്രൂശിൽ മരിച്ചതും എൻ്റെ ഭയാനക ന്യായവിധിയിൽ നിന്ന് എന്നെ രക്ഷിക്കാനാണേ. ഇന്ന് രാത്രി നിറകണ്ണുകളോടും തൊഴുകയോടും ഹല്ലേലൂയ ഞാനത് ഏറ്റെടുക്കുന്നേ. എൻ്റെ കർത്താവിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നേ.
അങ്ങനെ പറയാൻ ആഗ്രഹമുള്ളവർ ആ കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. ഹല്ലേലൂയ. കരമുയർത്തിയവർ മുകളിലേക്ക് ആ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈ രാത്രി കർത്താവ് നിങ്ങളെ കാണട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകത്തോട് പറയാൻ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച മഹാസന്ദേശം, സുവിശേഷത്തിൻ്റെ ഏറ്റവും ഗൗരവമായ സന്ദേശം ഉച്ചക്കടയോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ദൈവമേ, യോഗത്തിന് മുമ്പ് മഴ പെയ്തു മാറി. ഞങ്ങൾക്കിവിടെ സുഖമായി ഇരുന്ന് ആരാധിക്കാനും വചനം കേൾക്കാനും ദൈവം അവസരം തന്നു. ഈ സുഗമമായ അന്തരീക്ഷം വചന ശുശ്രൂഷയ്ക്കായി ദൈവം ഒരുക്കിയത് ഈ ദേശത്തെ അത്രയ്ക്കങ്ങ് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഈ സന്ദേശം അവർ കേൾക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നതിനാലാണ്. ദൈവമേ, ഞങ്ങൾ ഉത്തരവാദിത്വത്തോടെ പറഞ്ഞു. നിത്യതയ്ക്കായി ഒരുക്കണമേ. കരമുയർത്തിയവരെ അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കും, ദുഃഖിതരെ ആശ്വസിപ്പിക്കും, ബന്ധിതരെ വിടുവിക്കണമേ. അങ്ങയുടെ വിലപ്പെട്ട ദാസൻ മിശിഹാദാസ് പാസ്റ്ററെ, തൻ്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, ഈ സഭയെ, ദൈവമക്കളെ, നല്ല ദേശത്തെ, അയൽവാസികളെ, കർത്തൃദാസന്മാരെ, കുടുംബങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരൊരു അനുഗ്രഹമായിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഒത്തിരി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാം. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ഈ യോഗത്തിലേക്ക് എന്നെ വിളിക്കുകയും ശുശ്രൂഷിക്കാൻ അവസരം തരികയും ചെയ്ത ബഹുമാന്യനായ കർത്തൃദാസനോടും തൻ്റെ കുടുംബത്തോടും സഭയോടും നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.